ഒരു അഗ്നിപർവ്വതത്തിന്റെ മുകളിലാണ് ഞാൻ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ? ഇല്ലെങ്കിൽ ഇതാ കണ്ടോ. ലോകത്തിലെ ഏറ്റവും വലിയ ആസിഡ് ലേക്കിന്റെ മുമ്പിലാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത്. ഇതിന്റെ pH എന്ന് പറഞ്ഞാൽ 0.5 ആണ്. അതായത് ഒരു കാറിന്റെ ബാറ്ററിയിലെ ആസിഡിന്റെ pH ആണ് ഇവിടെ ഉള്ളത്. ഇതിനകത്ത് നീന്താൻ പോയിട്ട് ഒന്ന് ഇറങ്ങാൻ പോലും പറ്റൂല, ആള് വടിയായി പോകും. ഇന്തോനേഷ്യയിലെ ജാവ ഐലൻഡ് എന്ന് പറഞ്ഞാൽ വോൾക്കാനോസിന് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടെയുള്ള ഒരു വോൾക്കാനോ ആണ് മൗണ്ട് ഇജ്ജെയിൻ എന്ന് പറയുന്നത്. അവിടെ ലോകത്തിലെ ഏറ്റവും വലിയ ഏറ്റവും മനോഹരമായിട്ടുള്ള ക്രേറ്റർ ഉള്ളത് അവിടെയാണ്. ബാലിന്ന് റോഡ് വഴിയാണ് ശരിക്കും നമുക്ക് ഈ ജാവ ഐലൻഡിലേക്ക് എത്താനായിട്ട് പറ്റുന്നത്. ഞാൻ താമസിച്ച സ്ഥലത്ത് 700 രൂപ, ഇന്ത്യൻ മണിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ 700 രൂപയുള്ളൂ ഒരാൾക്ക് താമസിക്കാൻ. 12 മണിക്കാണ് ഇവിടെ നമ്മുടെ പിക്കപ്പ് വരുന്നത്. അപ്പോൾ പോയി നോക്കിയിട്ട് ഒരു വോൾക്കാനോ ട്രക്കിംഗ് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ഇപ്പോൾ മെഡിക്കൽ ടെസ്റ്റിന് അവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓക്സിജൻ, BP ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ ഓക്കെ ആണ്, നിങ്ങൾ ഇതിന് ഫിറ്റ് ആണെന്ന് പറഞ്ഞിട്ട് ഒരു കാർഡ് തരും. ആ കാർഡ് കൊണ്ടാണ് നമ്മൾ ട്രെക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. ബ്ലൂ കളർ ഫ്ലെയിംസിന് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു വോൾക്കാനോ ആണ് ഈ മൗണ്ട് ഇജ്ജെയിൻ എന്ന് പറഞ്ഞാൽ. ആദ്യത്തെ ഒരു 700 മീറ്റർ എന്ന് പറഞ്ഞാൽ നേരെ ഫ്ലാറ്റാണ്, വളരെ സുഖമായിട്ട് പോവാം. പിന്നെ അങ്ങോട്ടേക്കുള്ള ഒരു 2.5-3 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ നല്ല സ്റ്റീപ്പായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മുകളിലെത്തിയതിന് ശേഷമാണ് പിന്നെ താഴോട്ടൊരു ഇറക്കമാണ്, അതിനാണ് ക്രേറ്റർ എന്ന് വിളിക്കണേ. പക്ഷേ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് കാരണം കുത്തനെയുള്ള ഇറക്കമോ അല്ലെങ്കിൽ ഇരുട്ടോ ഒന്നും നോക്കിയില്ല. കാര്യം നേരെ നോക്കിയാൽ കാണുന്ന ഒരു ബ്ലൂ കളറിലെ ഫ്ലെയിമാണ്. പിന്നെ ഈ മൈനിൽ പണിയെടുക്കുന്ന ആൾക്കാർ ഈ 70 കിലോ ഉള്ള ഒരു ബാക്കിൽ തൂക്കുന്ന തരത്തിൽ സൾഫർ പൊട്ടിച്ചെടുത്തിട്ട് അതിങ്ങനെ നിറച്ച് കൊണ്ടുവരുന്നത് കാണാൻ പറ്റും. അതിനുശേഷം തിരിച്ച് മേളിൽ കയറി സൂര്യൻ ഉദിക്കാൻ തുടങ്ങിയപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് നമ്മൾ നിൽക്കുന്നതിൻ്റെ തൊട്ട് പുറകിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ക്രേറ്ററിൽ ആ ആസിഡ് ലേക്കാണ്. അതൊരു ഒന്നൊന്നൊരു കാഴ്ചയാണ്. ലാബുൻ ബാജോ എന്ന് പറയുന്ന ഒരു നാട് സെലക്ട് ചെയ്യുന്നതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെയുള്ള കൊമോഡോ ഡ്രാഗൺ എന്ന് പറയുന്ന ഒരു ജീവിയാണ്. ഈ ഡൈനോസർ സ്പീഷ്യസിലെ ഏറ്റവും അവസാനത്തെ ഒരു കണ്ണി ഇപ്പം ജീവിച്ചിരിക്കുന്ന ഒരു സ്പീഷ്യസ് എന്ന് പറയുന്നത് ഈ കൊമോഡോ ഡ്രാഗൺ ആണ്. ഒരു വലിയ ഭീമാകാരനായ ഒരു പല്ലിയാണ് ശരിക്കും കൊമോഡോ ഡ്രാഗൺ. ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ആനിമലാണത്. ഒറ്റയ്ക്ക് യാത്ര ചെയ്യാനായിട്ട് വളരെ വളരെ സേഫ് ആയിട്ടുള്ള നാടാണ് ശരിക്കും ഇന്തോനേഷ്യ. അപ്പോൾ ഇതാണ് ഗീതു മോഹൻദാസിൻ്റെ ആ യാത്രയുടെ അനുഭവം. റിയ കൂടുതൽ കാര്യങ്ങൾ പറയും. റിയ യാത്ര ആസ്വദിച്ചാണ് ഇപ്പോൾ അവിടുത്തെ ഇറങ്ങുന്നതിനെക്കുറിച്ചൊക്കെ വളരെ തമാശ രൂപേണയാണ് ഗീതു പറയുകയും ചെയ്യുന്നത്. ഇത് എത്ര ദിവസത്തെയാണ്, എങ്ങനെയാണ് യാത്രയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞത്? യാത്രകൾ ഇഷ്ടമുള്ളവരാണ് നമ്മളെല്ലാവരും. എന്തെങ്കിലും ഒരു അവസരം കിട്ടിയാൽ അപ്പം എവിടേക്കെങ്കിലും പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് എല്ലാവരും. പക്ഷേ അതിനുള്ള അവധിയും സമയവും ഒന്നും കിട്ടാറില്ല പലപ്പോഴും എന്നതാണ് യാഥാർത്ഥ്യം. ഇവിടെ എറണാകുളം സ്വദേശിയായ ഗീതു ഒരു സോളോ യാത്രയാണ് നടത്തുന്നത്. പക്ഷേ ആ സ്ഥലമാണ് ഏറ്റവും പ്രത്യേകത നിറഞ്ഞത്. അവിടുത്തെ കാഴ്ചകൾ നമ്മളിപ്പോൾ കണ്ടതുപോലെ ഇന്തോനേഷ്യയിലെ അഗ്നിപർവ്വതം, ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അഗ്നിപർവ്വതത്തിലേക്കാണ് ഗീതുവിൻ്റെ സോളോ യാത്ര. ലോകത്തിലെ ഏറ്റവും വലിയ ആസിഡ് ലേക്ക് ഉള്ളത് ഈ ജാവ ഐലൻഡിലെ മൗണ്ട് ഇജ്ജെയിൻ എന്ന് പറയുന്ന അഗ്നിപർവ്വതത്തിലാണ്. ആ കാഴ്ചകൾ നമ്മൾ കണ്ടു. ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് നീല നിറത്തിലുള്ള തീ കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ യാത്രക്കാർ രാത്രി യാത്ര തുടങ്ങും. രാത്രിയിൽ ആ ദൃശ്യങ്ങൾ അവർക്ക് കാണാം, പകർത്താം. അതിനുശേഷം മുകളിലെത്തുമ്പോഴേക്കും നേരം വെളുക്കും. അപ്പോഴേക്കും ഈ ഈ ആസിഡ് ലേക്കിൻ്റെ മനോഹരമായ കാഴ്ചകൾ കൂടി അവിടെ നിന്ന് കാണാൻ കഴിയും. അങ്ങനെ ഒരുപാട് ആളുകൾ ഒറ്റയ്ക്ക് അവിടേക്ക് ട്രെക്ക് ചെയ്തെത്തുന്നുണ്ട് ഈ ദൃശ്യങ്ങൾ പകർത്താൻ.
അഗ്നിപർവ്വതത്തിലേക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാനൊക്കെ ഒരുപാട് ആളുകൾ എത്തുന്നുണ്ട്. അതിൻ്റെ അനുഭവങ്ങളാണ് ഗീതു ദൃശ്യങ്ങളോടെ പങ്കുവെച്ചത്. മറ്റൊന്ന്, നമ്മൾ ഈ ഭീമൻ പല്ലി എന്നൊക്കെ പറയുന്നത് പോലെ കൊമഡോ ഡ്രാഗൺ ആണ്. അത് അപകടകാരിയാണ്. നമ്മൾ കാണുന്ന ഒരു കൗതുകമല്ല, അതിനപ്പുറം കടിക്കുകയൊക്കെ ചെയ്താൽ വലിയ അപകടം ഉണ്ടാക്കുന്ന ഒരു ജീവി കൂടിയാണ്. അതിനെ കാണാൻ കഴിയുന്ന അപൂർവം ചിലയിടങ്ങളിൽ ഒന്നാണ് ഇന്തോനേഷ്യയിലെ ഈ ദ്വീപ്. അവിടേക്കും യാത്ര ചെയ്തു, അതിൻ്റെ ദൃശ്യങ്ങളും കണ്ടു. എന്തായാലും ഇന്തോനേഷ്യയിൽ പോകുന്നവർക്ക് ബാലി മാത്രമല്ല, മറ്റു ചില സാധ്യതകൾ കൂടിയുണ്ട്, കാഴ്ചകളുണ്ട്, അനുഭവങ്ങൾ അവിടെ ഉണ്ട് എന്നത് ഗീതുവിൻ്റെ ഈ യാത്രയിലൂടെ നമുക്ക് അറിയാൻ കഴിഞ്ഞു. യാത്ര പോകാൻ ആഗ്രഹിക്കുന്നവർ, ഇന്തോനേഷ്യയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർ ഇനി പോകുമ്പോൾ സാഹസിക അനുഭവം കൂടി ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായും തിരഞ്ഞെടുക്കാവുന്ന ഒരു സ്ഥലമാണ്.